ഡോക്ടർ അരവിന്ദ് നായർ, ഡോക്ടറേറ്റ് ഇൻ ലോ. മൊത്തം ബിരുദങ്ങൾ പറയാൻ നിന്നാൽ ഒരുപാട് വരും. ലോകത്തിലെ പ്രഗത്ഭരായ നിയമപണ്ഡിതന്മാരിൽ ഒരാൾ. വർഷത്തിലേറിയ പങ്കും പ്രഭാഷണ പരമ്പരകളുമായി വിദേശത്ത്. അരവിന്ദ് നായർ ആരോടും ഇടപഴകാറില്ല. തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്ന മുരടൻ പ്രകൃതം. മനുഷ്യ സമ്പർക്കം ഇഷ്ടപ്പെടുന്നില്ല എന്നതിന് പ്രധാന തെളിവ് വീടിന് മുൻപിൽ ഗേറ്റിൽ തൂങ്ങുന്ന ഈ ബോർഡ്, വിസിറ്റേഴ്സ് ആർ നോട്ട് വെൽക്കം. വീട്ടിലാകെ തുണയുള്ളത് നാണിയമ്മ. പണ്ട് അമ്മ ഗുരുവായൂർ തൊഴാൻ പോയപ്പോൾ ആരോരുമില്ലാത്ത ഒരു പെൺകുട്ടിയെ കണ്ട് അലിവ് തോന്നി കൂടെ കൂട്ടിയതാണ്. അമ്മ മരിച്ചപ്പോൾ അവർ ജോലിക്കാരി മാത്രമല്ലാതായി. സമ്പർക്ക ഫലം കൊണ്ടാവാം ഈ അമ്മയുടെ നാവിനും ഏറെക്കുറെ അരവിന്ദിന്റെ സ്വഭാവം തന്നെ. ആരാ? എന്താ? അകത്തോട്ട് കയറാൻ ആരാ പറഞ്ഞേ? ആരും പറഞ്ഞില്ല. അരവിന്ദ് സാറിനെ ഒന്ന് കാണണം. ഞാൻ പത്രോഫീസിൽ നിന്നാണ്. ഇംഗ്ലീഷ് അറിഞ്ഞൂടാ അല്ലേ? അറിയാം, ഞാനൊരു ഇംഗ്ലീഷ് പത്രത്തിൽ നിന്നാണ്. എന്നിട്ടാണോ ഗേറ്റ് തൂക്കിയിട്ടിരിക്കുന്ന ബോർഡ് വായിക്കാതിരുന്നത്? വിസിറ്റേഴ്സ് അല്ലേ വെൽക്കം അല്ലാതുള്ളൂ. അതിന് ഞാൻ വിസിറ്റർ അല്ലല്ലോ. ഇയാള് പിന്നെ ആര്? ഇവിടുത്തെ സംബന്ധക്കാരനോ? വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കാൻ നിൽക്കാതെ സ്ഥലം വിടാൻ നോക്ക്. ഗേറ്റ് കടന്ന് അകത്ത് കയറി നിൽക്കുന്നത് അദ്ദേഹം വരുമ്പോഴെങ്ങാനും കണ്ടാൽ തനിക്കും എനിക്കും കിട്ടും. അല്ല, ഞാൻ വളരെ സീരിയസ് ആയ ഒരു അഭിമുഖത്തിന് വന്നതാണ്. ഗേറ്റ് അടച്ചു പൂട്ടാനാണ് ചങ്ങലയും താഴും. അത് ചെയ്യാതിരുന്നാൽ ദാ ഇതുപോലെ പല ജന്തുക്കളും നുഴഞ്ഞു കയറും. എത്ര പറഞ്ഞാലും തള്ളക്ക് മനസ്സിലാവില്ലല്ലോ. ബട്ട് സർ, ഐ ആം ഓൺ എ വെരി സീരിയസ് മിഷൻ. Did you fix up an appointment with me? Then why should I bother whether your mission is serious or not? Sir. No, I have no time to waste on your interviews and filthy talks. അങ്ങനെയല്ല സർ. അങ്ങനെ തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പ്രബന്ധങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും പറയുന്നുണ്ട്. പിന്നെ എൻ്റെ സ്വകാര്യത അത് വിൽപ്പന ചരക്കാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. യു ജസ്റ്റ് ലീവ് മീ ആൻഡ് പ്ലീസ് ഗെറ്റ് ഔട്ട്. ഒന്ന് അങ്ങോട്ട് പുറത്തിറങ്ങി നിന്നേ. ബാലശങ്കർ നിറയെ കേസുകളുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ജസ്റ്റിസ്. സാധാരണഗതിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് എങ്കിലും ആയിട്ടേ പെൻഷൻ പറ്റൂ. പക്ഷേ ഈയിടെ മനസമാധാനത്തിന് യോഗമില്ല. മനസ്സമാധാനക്കേട് തുടങ്ങിയത് എവിടെ നിന്ന് എന്ന് ആലോചിച്ച് തല പുകയേണ്ട. ഒറ്റ മകളേയുള്ളൂ മീര. അവൾ വളർന്നു വലുതായതോടെ ബാലശങ്കറിൻ്റെ ഭാര്യ മാളവികയ്ക്ക് പിന്നെ വലിയ ഉത്തരവാദിത്വങ്ങളില്ലാതായി.
അപ്പോഴാണ് അലമാരയിലെ ഫയലിലിരുന്ന 20 വർഷം പഴക്കമുള്ള ഒരു ലോ ഡിഗ്രി വീർപ്പുമുട്ടി തല പുറത്തേക്ക് കാണിച്ചത്. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ എന്ത് പറയണം? ആരും വരലുണ്ടാവില്ല. അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെ വെറുതെ, നിനക്കറിയാലോ മോൾ എങ്ങോട്ടേന്നില്ലാതെ പോയിന്ന് പറഞ്ഞേക്ക്. എന്നോടെങ്കിലും നിനക്ക് നേര് പറഞ്ഞൂടെ? പറയണെങ്കി എനിക്ക് തന്നെ ഒരു നിശ്ചയം വേണ്ടേ? എവിടെ ചെന്ന് എത്തൂന്നോ എന്തായി കലാശിക്കുന്നോ ഒരു ഉറപ്പുമില്ലാത്തൊരു യാത്ര. ജസ്റ്റിസ് ബാലശങ്കറിൻ്റെയും അഡ്വക്കേറ്റ് മാളവികയുടെയും അല്ലേ സന്താനം? ഒരുമ്പെട്ടിറങ്ങിയാൽ ഒരുമ്പെട്ട് തന്നെ. ഇവിടെ ആരും ഇല്ലേ? ഉം, ഈ ഗേറ്റ് ഒന്ന് തുറന്നേ, ഉം, എനിക്കൊന്ന് അകത്തേക്ക് കടക്കാനാ. ഉം, നല്ല കഥ. ഇവിടേക്കേ ആരും വരുന്നത് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമല്ല. ഇവിടെ ഉള്ളവരുടെ ഇഷ്ടത്തിനല്ല, എന്റെ ഇഷ്ടത്തിനാ ഞാൻ വരണേ. എന്റെ ആവശ്യം. ഓരോ ആവശ്യം പറഞ്ഞ് എഴുന്നള്ളൂ ഓരോരുത്തരും, ചീത്ത കേൾക്കാൻ മറ്റുള്ളവരും. കുഞ്ഞൊന്ന് സമയം കളയാണ്ട് പോയേ. ഇവിടെ ഇങ്ങനെ സംസാരിച്ച് നിക്കണത് കണ്ടാൽ പിന്നെ അതിന്റെ പേരിലാവും നാണയമ്മയുടെ നെഞ്ചത്തോട്ട്. നാണിയമ്മേ, നാണിയമ്മേ നിൽക്കൂ, ഒന്ന് പറയട്ടെ. പോവല്ലേ? ശോ. ഹലോ. എന്റെ ഗുരുവായൂരപ്പാ, ഗേറ്റ് ചാടി അകത്തും കടന്നു. ഇവളാരാ മോള്? ഞാൻ ഒന്ന് അകത്തേക്ക് കടന്നോട്ടെ? ഭേഷായി, ഗേറ്റ് ചാടി കടന്നു. ഇനി അകത്തും കൂടി കയറ്റിയിരുത്തിയാലേ എന്റെ കാര്യം കേമായി. ഒന്ന് കടന്നു പോവെണ്ണേ. നാശം, ഇതെന്തിനുള്ള പുറപ്പാടാണ്? എന്താ അവിടെ? എന്താ? ഏതോ ഒരു പെൺകുട്ടി കാണുന്നു പറയുന്നു. ആരാ അവള്? അയ്യോ, അങ്കിൾ ഇറങ്ങി വന്നോ? സോറി, ഈ കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് വല്ലാതെ ഡിസ്റ്റർബൻസ് ആയി കാണും ഇല്ലേ? ഈ നാണിയമ്മയോട് ഞാൻ ആവത് പറഞ്ഞതാ, മര്യാദയ്ക്ക് വാതിൽ തുറന്നു തന്നിരുന്നെങ്കിൽ ഇത് വല്ലതും എനിക്ക് ചെയ്യേണ്ടി വരുമായിരുന്നോ? മതി, അധികം സ്മാർട്ട് ആവണ്ട. വാട്ട് ബ്രിങ്സ് യു ഹിയർ? അത് പിന്നെ അതെനിക്ക് സാവകാശം സമയമെടുത്ത് പറയേണ്ട വിഷയമാണ്. അങ്കിളിനോട് ഞാൻ ഐ ബ്ലഡി ഡോണ്ട് ഹാവ് മച്ച് ടൈം ടു വേസ്റ്റ് ഫോർ യു. എന്നെ ബുദ്ധിമുട്ടിക്കാതെ പ്ലീസ് തിരിച്ചു പോകൂ. ഞാൻ വന്നത് എൻ്റെ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരു സഹായം തേടിയാണ്. അത് കിട്ടാതെ എനിക്ക് പോവാൻ പറ്റില്ല. ഞാൻ പോകില്ല. നീ ആരാണ്? ടെൽ മീ ആൻഡ് വാട്ട് എക്സാക്ട്ലി യു വാണ്ട് ഫ്രം മീ? 2 ചോദ്യത്തിനും കൂടി ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ വന്ന കാര്യം അത് നേരത്തെ പറഞ്ഞുല്ലോ. സാവകാശം സമയമെടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഞാൻ ആരാണെന്ന് അത് പറയാം.
ഞാൻ മീര ശങ്കർ. എന്തേ പേര് മാത്രം കേട്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അല്ലേ? ഒരു ക്ലൂ തരാം. ഞാൻ മാളവികയുടെ മകളാണ്. ഞാൻ ആരാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഇവിടുത്തെ ഗസ്റ്റ് റൂം ഒന്ന് കാണിച്ചു തരുമോ? പകല് മുഴുവൻ യാത്ര ചെയ്തതാ. ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം. പിന്നെ അങ്കിൾ ഈ ഷോക്കിൽ നിന്നൊന്ന് ഫ്രീ ആകാൻ കുറച്ച് സമയം വേണമല്ലോ. എന്തായാലും ഞാനിന്ന് പോകുന്നില്ല. ദാ അരവിന്ദൻ സാർ വരുന്നു. ഇവിടെ ഒരാൾക്ക് അരവിന്ദൻ സാർ വരുന്നെന്ന് കേട്ടപ്പോൾ കണ്ണിൽ പൂത്തിരി കത്തുന്നു. ഗുഡ് മോർണിംഗ് സർ. Very good morning. Please be seated. Well, my dear friends, if you are in a mood to learn, here I am in a mood to teach. ആ കുട്ടിക്കൊരു മുറി കൊടുത്തില്ലേ? ഉവ്വ്, കുളിക്കുന്നു. ആ, ഭക്ഷണം എനിക്കുള്ളത് ഇങ്ങോട്ട് എടുത്താൽ മതി. ആ കുട്ടിക്ക് താഴെ കൊടുക്കൂ. അല്ല, മാളവികയുടെ മകൾ ഇപ്പൊ ഇങ്ങനൊരു വരവ്? അറിയില്ല. ഏതായാലും നാളെ മതി സംസാരമൊക്കെ. ഒരു കഷ്ണം കൂടെ ചിക്കൻ. ഒന്നല്ല, രണ്ടാവാം. വായിലെ നാക്കത്ര ശരിയല്ലെങ്കിലും നാണിയമ്മയുടെ കൈപ്പുണ്യ അപാരം. വെറുതെ അല്ല അങ്കിള് പിടിച്ച് നിർത്തിയിരിക്കുന്നേ.
ഓ, അരവിന്ദൻ കുഞ്ഞിന്റെ ഭക്ഷണം കഴിക്കലൊക്കെ ഒരു വകയാ. കഴിച്ചാ കഴിച്ചു. ബാക്കി വരുന്നത് കഴിക്കലാ എന്റെ പണി. വെച്ചുണ്ടാക്കിയത് കളയാൻ പറ്റുമോ? മാളവികയുടെ അതേ കണ്ണ്. മുടി പക്ഷേ അമ്മയുടെ അത്രയും പോരാ. നിറം ഒപ്പത്തിനൊപ്പം നിൽക്കും. എന്റെ അമ്മയെ അറിയോ? രജിസ്റ്റർ നടത്തി അമ്മയും കൂട്ടി നേരെ ഇങ്ങോട്ടാണ് അരവിന്ദൻ കുഞ്ഞ് വന്നത്. അമ്മയുടെ സ്ഥാനത്ത് വിളക്ക് കാട്ടി സ്വീകരിച്ചത് ഞാനാ. എന്തൊരു ഐശ്വര്യമായിരുന്നു, എന്തൊരു സ്നേഹമായിരുന്നു. ഒടുക്കം ആരോ കൈവിഷം കൊടുത്തിട്ടെന്ന പോലെ വാശിക്കെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങുമ്പോൾ അരുതെന്ന് കെഞ്ചി പറഞ്ഞതാ ഞാൻ. വേണ്ട, മെലോ ഡ്രാമ തൽക്കാലം വേണ്ട. ചിക്കൻ കറിയുടെ രുചി കൂടി നഷ്ടപ്പെടുന്നേ. കരയാനും തളരാനും അല്ല വന്നത്. ഒരുപാട് നേരിടേണ്ടി വരും. യു ഹാവ് ടു ഫേസ് ഇറ്റ് ബോൾഡ്ലി മീര. എങ്കിലേ നേടാനാകൂ. മീര, മീര ഉറങ്ങിയില്ല അല്ലേ? ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എന്നെ തേടി, അതും ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വരാൻ. ടെൽ മീ, എന്താ മീരയുടെ പ്രശ്നം? ആരും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയാമല്ല. എൻ്റെ അമ്മ ഈ വീട്ടിൽ അങ്ങയുടെ ഭാര്യയായി 3 വർഷം ജീവിച്ചിട്ടുണ്ട്. ആ ജീവിതം വേണ്ടെന്ന് വെക്കാൻ കാരണം എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അമ്മ ഇന്ന് വീണ്ടും അതുപോലെ ശാസ്ത്രത്തിന്റെ വക്കിലെത്തി നിൽക്കാണ്. അച്ഛനും അമ്മയും ഒരു റൂഫിന് കീഴിൽ അന്യരെ പോലെ ഒരു വീട്ടിൽ 1 വർഷമായി. അവരൊരുമിച്ചാലേ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് മാറിയിട്ട് 1 മാസത്തിലേറെയായി. അകൽച്ച വർദ്ധിച്ചതല്ലാതെ എനിക്ക് പേടിയാവുന്നു അങ്കിൾ. ഏത് നിമിഷവും അവർ എന്നേക്കുമായി പിരിയാം. ചിലപ്പോ അതിന് വഴക്കം മനസ്സ് വരാതെ എന്റെ അച്ഛൻ സാഹസവും. നോ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. മാളവിക എന്നെ വിട്ടു പോയെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത്.
ബട്ട് ദിസ് ഈസ് ഷോക്കിംഗ്, പെയിൻഫുള്ളി ഷോക്കിംഗ്. എനിക്ക് അവരെ ഒരുമിച്ച് വേണം അങ്കിൾ. അങ്കിളിന് മാത്രമേ അവരെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റൂ. മീര, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അങ്കിളിനെ കഴിയും. പക്ഷേ ഞാൻ എങ്ങനെ? എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ എന്നെ അങ്കിളിനെ കുറിച്ച് അച്ഛൻ എന്നും പറഞ്ഞിട്ടുള്ളൂ. അങ്കിളിനെ കുറ്റപ്പെടുത്തി ഒരു സൂചന പോലും അമ്മയുടെ വാക്കുകളിൽ ഞാൻ കേട്ടിട്ടില്ല. സംഭവിക്കരുതാത്തതാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെങ്കിൽ. പക്ഷെ കുട്ടി, നീ ആവശ്യപ്പെടുന്നത് I know it's an impossible task. But അങ്കിളിനെ എന്നെ സഹായിക്കാൻ കഴിയും. വ്യക്തമായൊരു ഉത്തരം പോലും പറയാൻ കഴിയാത്ത വിധം എൻ്റെ മനസ്സാകെ പതറിയിരിക്കുക. I don't know. I just don't know. ഞാൻ സ്നേഹിച്ചതും ആരാധിച്ചതും അച്ഛൻ, ബന്ധുക്കൾ, സ്വത്ത് എല്ലാം ഉപേക്ഷിച്ച് സ്വന്തമാക്കാൻ കൂടെ ഇറങ്ങി പോകുന്നതും ഒരിക്കലും നിങ്ങളായിരുന്നില്ല. അരവിന്ദട്ടനല്ല നിങ്ങൾ. വിവാഹപ്പിറ്റേന്ന് ഉണർന്ന് ഞാൻ എണീക്കുമ്പോ ഒരു ഞെടുക്കത്തോടെ നിങ്ങളുടെ മുഖത്ത് ഞാൻ കണ്ടത് ഒരപരിചിതന്റെ മുഖം. എനിക്ക് എന്നോട് തന്നെ അറപ്പാണിപ്പോ. I have been living with a stranger all these years. എന്റെ ആരുമല്ലാത്ത ഒരാളുടെ കൂടെയാണ് ഈ 3 വർഷങ്ങൾ ഞാൻ പുറത്തുനിന്ന് മനസ്സിലാക്കുമ്പോ കുറ്റബോധമാണ് എനിക്ക്. I feel ashamed and guilty. ഇനി വയ്യ. Enough is enough. നിങ്ങളെ വെറുക്കാനും ശപിക്കാനും തുടങ്ങും മുമ്പേ നമുക്ക് പിരിയാം. നമ്മൾ തമ്മിൽ ഒരിക്കലും ഇങ്ങനെ കണ്ടുമുട്ടിയിരുന്നില്ലെന്ന് നമുക്ക് സ്വയം വിശ്വസിക്കാം. ഇനി ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മീരയുടെ ദൃഷ്ടിയിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? മാളവികയുടെയോ അതോ ബാലശങ്കറിൻ്റെയോ? അന്ന് അങ്കിളുടെ ദൃഷ്ടിയിൽ ആരുടെ ഭാഗത്തായിരുന്നു തെറ്റ്? അമ്മയുടേതോ അതോ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാവില്ല കുട്ടി. എൻ്റേതെന്ന് മാളവികയും അവരുടേതെന്ന് ഞാനും കരുതിയിരുന്ന തെറ്റ് സത്യത്തിൽ ആരുടേതായിരുന്നു? വേണമെങ്കിൽ പറയാം വിധിയുടേതെന്ന്. പക്ഷെ അതല്ല സത്യം. തെറ്റ് ഞങ്ങളുടെ രണ്ടുപേരുടേതുമായിരുന്നില്ല. തെറ്റുകൾ തേടിപ്പോകുന്നതിനിടയിൽ രണ്ടു വശത്തുമുള്ള ശരികൾ പരസ്പരം കാണാൻ കണ്ണില്ലാതെ പോയി. ഇത്രയും തിരിച്ചറിയാൻ എനിക്ക് കൊടുക്കേണ്ടി വന്നത് എൻ്റെ ഒരു ജന്മമാണ്. ഈ ദുർവിധി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവരുത്.
കുഞ്ഞെ ചായ. മാളവികയെ അരവിന്ദൻ കുഞ്ഞിൻ്റെ ഭാര്യയായിട്ടേ ഞാൻ അറിയൂ. മാളവികയുടെ മകളെ എനിക്ക് ഇവിടുത്തെ കുട്ടിയായിട്ടേ കാണാൻ കഴിയൂ. അവളുടെ കണ്ണീര് തള്ളിക്കളയരുത്. അരവിന്ദൻ കുഞ്ഞ് വരും. മനംനൊന്ത് നാണിയമ്മ പറഞ്ഞിട്ടുള്ളതൊന്നും ഇന്നേ വരെ നിരസിച്ചിട്ടില്ല, തള്ളിക്കളഞ്ഞിട്ടില്ല. മോൾ യാത്രയ്ക്കൊരുങ്ങിക്കോ. ഒരിക്കലും കടന്നു ചെല്ലില്ലെന്ന് ഉറപ്പിച്ച ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അതും ഇന്നലെ മാത്രം കണ്ടുമുട്ടിയ മീരയുടെ വാക്കുകൾ കേട്ട്. God alone knows what is going to be the outcome. ദൈവം നിശ്ചയിക്കട്ടെ. പറച്ചില് കേട്ടാ തോന്നും അങ്കിളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചതെല്ലാം സ്വയം തീരുമാനിച്ചനുസരിച്ചാണെന്ന്. എവറിഥിങ് വാസ് ഡിസൈഡഡ് ബൈ ഹിം. നമ്മൾ മനുഷ്യർ just tools in his hands. Tools എന്നോ കഥാപാത്രം എന്നോ പറയേണ്ടത്. Destined to act within set frames, delivering prescribed dialogues, all to his will and tune. പ്രപഞ്ച നാടകവേദിയിൽ മുൻപേ വരച്ച കളത്തിൽ എഴുതി തന്ന സംഭാഷണവും ഒരുവിട്ട് ദൈവം പറഞ്ഞ താളത്തിലാടാൻ മാത്രം കഴിയുന്ന വെറും കഥാപാത്രങ്ങൾ. മീരയുടെ സബ്ജക്റ്റ് എന്താണെന്നാ പറഞ്ഞേ? ഇലക്ട്രോണിക്സ്. അല്ല, സംസാരം കേട്ട ഫിലോസഫി ആണെന്ന് തോന്നുന്നു. കുറഞ്ഞ പക്ഷം ലിറ്ററേച്ചർ എങ്കിലും ആണ്. തൊട്ടതിനും പിടിച്ചതിനും ഞാൻ ഇങ്ങനെ കലബലാന്ന് ചിരിക്കുമ്പോ അങ്കിളിന് തോന്നുന്നുണ്ടാവും എനിക്ക് വട്ടാണെന്ന്. ഒരല്പം വട്ടുണ്ട് എന്നുള്ളത് നേര്. പക്ഷെ അങ്കിൾ, ഈ ദൈവം എന്ന് പറയുന്നത് മഹാപിശുക്കനാ. ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ വളരെ കുറച്ചേ തരൂ. കരയാനാണെങ്കിലോ ഒരു കൊട്ട നിറച്ചു. അതുകൊണ്ട് ചിരിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭവും ഞാൻ വിടില്ല. വേണ്ടതിൽ കൂടുതൽ തന്നെ ചിരിക്കും. ചിരിച്ച് ചിരിച്ച് കണ്ണ് കലങ്ങി. ചിരി മായുമ്പോ കൺതടങ്ങളിൽ ഒരിറ്റ കണ്ണീര്. അങ്ങനെയുണ്ടല്ലോ. അതിന് പക്ഷെ മീരയെ കിട്ടില്ല. വായിച്ചു കേട്ടിട്ടുണ്ട് കഥയിൽ, അതോ സിനിമയിൽ കണ്ടതോ? അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. മകൾ സ്കൂളിൽ പോകുമ്പോൾ മുറുക്കാൻ കടയുടെ മറവിൽ വന്നു നിന്ന് മിഠായി പൊതി നീട്ടി മകളോട് സ്നേഹം കാണിക്കുന്ന അച്ഛനെ പറ്റി. എനിക്ക് വേണ്ട ആ സ്നേഹം. മനസ്സിൽ ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ ആദ്യം ഒരുമിക്കട്ടെ രണ്ടാളും, എന്നിട്ട് വരട്ടെ. കാണാൻ കൂട്ടാക്കാണ്ടിരുന്നപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നപ്പോഴും വിഷമായിട്ടുണ്ടാവും രണ്ടാൾക്കും, ഇല്ലേ അങ്കിൾ? കൊതിയാകുന്നു ഈ തോളിൽ ചാഞ്ഞൊന്ന് തേങ്ങാൻ. പക്ഷെ മീര കരഞ്ഞൂടാ. കരഞ്ഞ എല്ലാം കൈവിട്ടു പോകും. I have to be bold. I have to be bold.
അങ്കിൾ വണ്ടി ഒന്ന് നിർത്തുവോ പ്ലീസ് പ്ലീസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഒന്നങ്ങ് മാറിയിരുന്നേ, ഇനി ഞാൻ ഓടിക്കാം പ്ലീസ്. ഓക്കെ. മഹാ ബോറാണ് അങ്കിളുടെ ഡ്രൈവിംഗ്. പണ്ടേ എങ്ങനെയായിരുന്നോ? ഒരു തണുപ്പ മട്ട്. എങ്ങനെ മാളവിക വീണുന്നാ ഞാൻ ആലോചിക്കണേ. ഇത്രയും മോശമായിരുന്നു എന്റെ അമ്മയുടെ ടേസ്റ്റ് അന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ദേ ശരി മായുമ്പോ കൺതടങ്ങളിൽ ഒരിട്ട് കണ്ണീര് വേണ്ട. മെലോ ഡ്രാമ നമുക്ക് വേണ്ട. ഓക്കെ? I pretend, yeah, I'm glad you went away. These four walls closing more every day. Now I'm dying inside, and nobody knows it but me. Like a clown, I put on a show. The pain is real. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? ഞാൻ കരുതി പൂർവാശ്രമ വെച്ചിട്ട് പ്രമാണിച്ച് അങ്കിളിന് വല്ല വ്രതത്തിലുമായിരിക്കുന്നു. അപ്പൊ ഇനി ഫേവറേറ്റ് ജോയിന്റ്? യെസ്. ദാ ഇവിടെ ലെഫ്റ്റിലേക്ക് തിരിച്ച് അവിടെ ചേർത്ത് നിർത്തിക്കോ. ഓക്കേ ഓക്കേ. Why didn't I say the things I needed to say? How could I let my angel get away? Now my world is just a tum- ഞങ്ങളുടെയൊക്കെ കാലത്തെ ഒരു പഴയ സ്ഥലമാണ് എ റെസ്പെക്റ്റബിൾ ജോയിന്റ്. ഇന്നും ആ പഴയ മുഖം അവർ നശിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ പിസ്സ ബർഗർ ജനറേഷന് സിറ്റിയിൽ ഇങ്ങനൊരു സ്ഥലം ഉള്ളതേ അറിവുണ്ടാവില്ല. ഇരിക്കെ. താങ്ക് യു. ആ 2 പ്ലേറ്റ് വെജിറ്റബിൾ കട്ട്ലറ്റ്, 2 കോഫി. എനിത്തിങ് മോർ? തൽക്കാലം ഇതിൽ നിന്ന് തുടങ്ങാം. എക്സ്ക്യൂസ് മീ അങ്കിൾ. ഓക്കെ. നമ്മുടെ കാര്യം അച്ഛൻ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ? എന്റെ അച്ഛൻ ദ ഗ്രേറ്റ് തോട്ടപ്പള്ളി പത്മനാഭ പണിക്കർക്ക് കിങ്കരന്മാർക്ക് ക്ഷാമമില്ല. ചാരന്മാർ സത്യസന്ധരാണേ. ചിലപ്പോ കണ്ടു കാണും. അതിനെന്താ, കാണട്ടെ. തിരക്കിട്ട വിവാഹാലോചന, മതി പഠിപ്പ്. ഏത് നിമിഷവും കരുതൽ തടങ്കൽ പ്രാബല്യത്തിൽ വരാം. ഓഹോ, അപ്പോ പ്രശ്നം ഗുരുതരമെന്നർത്ഥം. യുദ്ധകാഹളം മുഴങ്ങുന്നു. ആട്ടെ, തോട്ടപ്പള്ളി പണിക്കരുടെ മകൾ എന്ത് തീരുമാനിച്ചു? ആഹാ, അച്ഛൻ അനുവദിച്ചിട്ട് നമ്മുടെ ബന്ധം ഈ ജന്മം നടക്കില്ല. പിന്നെ ഹലോ, ഇത് ഏത് ലോകത്തായിരുന്നു? ആ? 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫാമിലി റൂമിൽ വെച്ചാണ് ഞാൻ വിളിച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് ആ നിമിഷം എന്നോടൊപ്പം ഇറങ്ങി വരാമെന്ന് മാളവിക എന്നോട് പറഞ്ഞത്. ധീരോദാത്തനായ നായകൻ അഭയം തരാൻ, ജീവിതം പങ്കിടാൻ, പ്രിയേ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് മാറി വിരിച്ചു കാണും. കഴിക്കും.
10-22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പഴയ കഥാപാത്രങ്ങളെ കാണാൻ പോവല്ലേ? കഥാപശ്ചാത്തലത്തിൽ ഒരു വിസിറ്റ്, ഒരു റീചാർജ് ആകും. കമോൺ അങ്കിൾ, കമോൺ അങ്കിൾ. വാവ്, എവിടെ എവിടെയായിരുന്നു കഥാനായികയുടെ സീറ്റ്? കമോൺ, പറയൂ അങ്കിൾ, എവിടെയാ അമ്മ ഇരിക്കാറ്? അവിടെ ഫ്രണ്ട് ബെഞ്ചിൽ എടുത്തേറ്റം. നല്ല അസല വ്യൂ അങ്കിൾ. ആ പോഡിയത്തിന്റെ പുറകെ പോയി ഒന്ന് നിൽക്കൂ. കമോൺ മീര, പ്ലീസ്. പ്ലീസ് അങ്കിൾ, എന്റെ അമ്മ അങ്കിളിനെ എങ്ങനെയാ കണ്ടിരുന്നേന്ന് ഞാനും ഒന്ന് കണ്ടോട്ടെ. Well, my dear friends, if you are in a mood to learn, here I am in a mood to teach. അയ്യോ, അരവിന്ദ് സാറോ? വാട്ട് എ സർപ്രൈസ്! സാർ എപ്പോ വന്നു? ദാ ഇപ്പോ പഴയ തട്ടകമല്ലേ ബാലകൃഷ്ണ, ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയെന്ന് മാത്രം. സർ, ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കുട്ടികളെയൊക്കെ വിളിച്ച് ഇതൊരു ഇവൻ്റാക്കി മാറ്റാമായിരുന്നു. നോ നോ, അതൊന്നും വേണ്ട. മകളായിരിക്കുമല്ലേ? അങ്കിളുടെ ഈ മൂടിക്കെട്ടിയിലെ ഇരിപ്പ് കണ്ടാ തോന്നും അങ്കിളിന് മാത്രമേ ഉള്ളൂ ടെൻഷൻ. എന്റെ ഉള്ളു കിടന്ന് പിടയ്ക്കുക. രണ്ടാളും ഒരുമിക്കാതെ ഇനി വീട്ടിലേക്കില്ലാന്ന് പമ്പ് പറഞ്ഞ് ഇറങ്ങിപ്പോന്നതാ ഞാൻ. മീര തിരിച്ചു വരുന്നതിൽ രണ്ടാളും സന്തോഷിക്കുകയുള്ളൂ. അതുപോലെ അല്ല ഞാൻ. ഇനി ഒരിക്കലും കാണാനിട വരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മാളവിക എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എനിക്കിപ്പോ ഇവിടെ എന്താ കാര്യമെന്ന് ചോദിക്കാൻ ബാലശങ്കറിന് എല്ലാ അവകാശവും ഉണ്ട്. മതി മതി, എന്റെ ടെൻഷൻ കുറയ്ക്കാനാ ഞാൻ ഈ വിഷയം എടുത്തിട്ടത്. അങ്കിളപ്പോ അതിൽ എണ്ണ കോരി ഒഴിക്കാനാ നോക്കണേ. അവര് രണ്ടാളും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താ പിന്നെ നമുക്കൊരു ഹോപ്പും ഇല്ല. Be hopeful. There is nothing more hopeful than being hopeful, dear. Come, uncle.
കം വരൂ ഇരിക്കൂ. അച്ഛനും അമ്മയും കോടതിയിൽ നിന്ന് എത്തിയിട്ടില്ല. രാമൻ നായരെ ആ ബാഗ് എടുത്ത് ഗസ്റ്റ് റൂമിൽ വെച്ചേക്കും. ഓ. പിന്നെ ഞങ്ങൾ വന്ന വണ്ടി പിന്നിലെ കാശറിൽ കയറ്റിയിട്ടുള്ളൂ. കുടിക്കാൻ ചായയോ കാപ്പിയോ? വേണ്ട, ഒന്നും വേണ്ട. അങ്കിള് വരൂ. ഉം. അങ്കിൾ ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങളാണിനി. ധൈര്യം സംഭരിച്ചേ മതിയാകും. അരവിന്ദ് സാർ, ഉം. തീരെ പ്രതീക്ഷിച്ചില്ല, അറിയാം. അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടുള്ളൊരു വരവല്ല എൻ്റെയും. സാർ ഇരിക്കൂ. ആ, ബാലശങ്കർ കോടതിയിൽ നിന്നുള്ള വരവല്ലേ. ഡ്രസ്സൊക്കെ ഒന്ന് മാറി സാവകാശം വരൂ. നമുക്കിരുന്ന് അല്പം സംസാരിക്കാനുണ്ട്. ശരി സാർ. ആ, മീരക്കുഞ്ഞ് വന്നിട്ടുണ്ട്. സാറിൻ്റെ ഒപ്പം വന്നേ. അച്ഛാ. നീ എന്ത് കടുങ്കയാണ് ചെയ്തത്? അച്ഛൻ എന്നെ ശപിക്കരുത്. ഈ അച്ഛനോട് അല്പം കൂടെ ദയവ് കാട്ടാമായിരുന്നു മോൾക്ക്. അച്ഛനെയും അമ്മയും നഷ്ടപ്പെടാതിരിക്കാൻ വേറെ ഒരു വഴി ഞാൻ മുമ്പിൽ കണ്ടില്ല അച്ഛൻ. മോളെ, അരവിന്ദങ്ങളുടെ വാക്ക് അച്ഛൻ തള്ളിക്കളയരുത്.
ആ സോറി മാളു, വാക്ക് തെറ്റിച്ചു. 5 മണി മുതൽ ഞാൻ ഇവിടെ കെട്ടിച്ചമഞ്ഞിരിക്കാം. സോറി. 7 മണി വരെ ഉള്ള റിസപ്ഷൻ. ഇനി ചെന്നിട്ട് അവിടെ ആരെ കാണാനാ? അതേവിടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കൂ? സോറി സോറി സോറി. ഞാളിയത്തെ എസ്റ്റേറ്റിൻ്റെ കേസിൻ്റെ ക്രോസ് പിന്നെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ കരുതിയത്. ജഡ്ജി കയറി നാളത്തേക്ക് പോസ്റ്റ് ചെയ്തു. ഒരു പ്രസ്റ്റീജ് കേസാണ്. ശാരംഗപാണിയാണ് ഓപ്പോസിഷൻ കൗൺസിൽ. ശരിക്കും പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ളൊരു കേസ് കളഞ്ഞു കുളിച്ചു എന്നാവും. ഞാൻ എത്ര തവണ ഫോൺ ചെയ്തു? തനിക്കറിയാലോ, എനിക്ക് വർക്ക് ഈസ് വർഷിപ്പ്. റിസീവർ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാനും ജൂനിയേഴ്സും ക്യാബിനിൽ കയറി വാരടിച്ചത്. ഈ ഒരു പ്രൊഫഷൻ്റെ സ്പിരിറ്റ് ശരിക്കും അറിയാഞ്ഞിട്ടാ തനിക്കത് മനസ്സിലാവാത്തത്. ദേ, ഈ പ്രൊഫഷന്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ഇരുത്തണ്ട. ഒരു സന്നദ്ധ എടുത്താൽ അഡ്വക്കേറ്റ് മാളവിക എന്നൊരു ബോർഡും ഇവിടെ തൂങ്ങും. ഏയ് കമോൺ മാളു. ആ പോട്ടെ, പ്രായശ്ചിത്തമായി ഇന്ന് നമുക്ക് ഡിന്നർ പുറത്തുനിന്നാവാം. സ്റ്റഡി ടൈം കഴിഞ്ഞ് മീരമോളെ കൂടെ കൂട്ടാം. മനസ്സില്ല എനിക്ക് അങ്ങനെ ഒരു പ്രായശ്ചിത്ത സദ്യ ഉണ്ണാൻ. ഒരു മോളുണ്ടായപ്പോൾ അവൾ വളർന്നു വലുതാണെന്ന് ശ്രദ്ധിക്കാൻ വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടാന്ന് തീരുമാനിച്ചില്ലേ? അല്ല, എന്നെ തന്നെ വേണം പറയാൻ. എത്രാമത്തെ തവണ ഇതിപ്പോ എങ്ങനെ? പ്രൊഫഷൻ, ക്രോസ്, ബ്രീഫിംഗ്, മണ്ണാം കട്ട. ഞാൻ വെറും ഭാര്യ, അടുക്കളക്കാരി. ഹലോ, ഒരു സംശയം ചോദിച്ചോട്ടെ മാളവികമ്മേ. എൻ്റെ സ്ഥാനത്ത് അരവിന്ദൻ സാറിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു പിഴവുണ്ടാകുന്നതെങ്കിൽ പറഞ്ഞേ, താൻ ഇങ്ങനെ കിടന്ന് തുള്ളുമായിരുന്നോ? എന്താ പറഞ്ഞേ ബാലു? എന്താ പറഞ്ഞേ? ഒരിക്കൽ കൂടി ബാലു ഇത് പറഞ്ഞ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളും ആ കുറച്ച് നാളുകൾ ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പിച്ചിട്ടാ ഞാൻ നിങ്ങളുടെ ഭാര്യയായത്. മനസ്സിലെപ്പോഴും ആ ഓർമ്മയും പേരുകൊണ്ട് നിങ്ങളോടൊപ്പം പൊറുക്കുന്ന ഒരുത്തിയല്ല ഞാൻ. അബദ്ധത്തിന് നാവിൽ നിന്നറിയാതൊരു സ്ലിപ്പ് വന്നു പോയതാ. വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. തൻ്റെ ആത്മാർത്ഥതയിൽ എനിക്ക് 100 വട്ടം വിശ്വാസമാണ്. പറഞ്ഞാൽ ഞാൻ പിൻവലിച്ചു. എല്ലാ ക്ഷമാപണത്തോടെയും പിൻവലിച്ചു. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, താൻ കേട്ടിട്ടില്ല. ക്ഷമിക്കടോ, മറക്ക് പ്ലീസ്. ഞാനൊരു കാര്യം ചോദിച്ചാ നേര് പറയോ? സത്യം സത്യം മാത്രം ബോധിപ്പിക്കാം. ഞാനിങ്ങനെ ചേർന്നൊട്ടി കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അറ്റ്ലീസ്റ്റ് ഉപബോധ മനസ്സിലെങ്കിലും അരവിന്ദേട്ടൻ്റെ ഓർമ്മ തെളിഞ്ഞു കിടപ്പുണ്ടാവുമെന്ന് ബാലുവിന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ? അങ്ങനൊരു തോന്നലുണ്ടായാൽ ആ നിമിഷം പോയി ഞാൻ ആത്മഹത്യ ചെയ്യും. അരവിന്ദ് സാറ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ്. പക്ഷേ എനിക്കും തനിക്കും ഇടയിൽ ഹി ഹാസ് നോ പ്ലേസ്, ഹി ഹാസ് നോ റോൾ. നിങ്ങൾക്കിടയിൽ ഉണ്ടായിപ്പോയത് ഏതോ ബാഡ് ഡ്രീമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോറി ബാലു. മാളു, തനിക്കറിയോ, ആ മനുഷ്യൻ തന്നെ ആഗ്രഹിക്കുന്നതിന് മുമ്പേ തന്നെ ആഗ്രഹിച്ചവനാണ് ഞാൻ. ലോ കോളേജിൽ വെച്ച് കാണുമ്പോൾ തൊട്ടല്ല, ഇതിനു മുമ്പുള്ള എത്രയോ ജന്മങ്ങളായി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് താനെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ആ എനിക്കും തനിക്കും ഇടയിൽ ഒരു നിഴൽ പോലും കടന്നു വരുന്നത് ഞാൻ സഹിക്കില്ലടോ. സോറി ബാലു. ചായ കുടിച്ചില്ലല്ലോ. ചായ തണുത്തു, വേറെ എടുക്കാം. വേണ്ട. കുളി കഴിഞ്ഞില്ലേന്ന് അദ്ദേഹം അന്വേഷിച്ചു. ഞാൻ വരുന്നു. ഓ,
സാറെങ്കിലും വന്നല്ലോ അമ്മയുടെ അടുത്തേക്ക്. ഒറ്റയ്ക്ക് ഇതൊന്നും നേരിടാൻ അമ്മയ്ക്ക് വയ്യ. എന്റെ മോള് വന്നല്ലോ, എന്നോടൊപ്പം നിൽക്കാൻ എനിക്ക് എന്റെ മോളെങ്കിലും ഉണ്ടല്ലോ. നീ കണ്ടോ നിന്റെ അച്ഛൻ എന്താ ചെയ്തു വെച്ചേക്കണേന്ന്? നിന്റെ അമ്മയെ തോൽപ്പിക്കാൻ തന്റെ പക്ഷം പറയാൻ വിളിച്ചു വരുത്തിയിരിക്കണു. ആരെയും ഒരിക്കലും ഞാൻ കാണരുതെന്ന് ആഗ്രഹിച്ചിരുന്നു, ആ മനുഷ്യനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നെ വിസ്തരിക്കാൻ. അമ്മ വീണ്ടും എഴുതാപ്പുറം വായിക്കുകയാണ്. ഞാനാണ് അരവിന്ദക്കളിനെ കൂട്ടിക്കൊണ്ടുവന്നത്. മീനെ, ഒരിക്കൽ ഒരു എടുത്തുചാട്ടത്തിന് അമ്മ പിച്ചു ചീന്തിയതാണ് ആ മനുഷ്യന്റെ ജീവിതം. അത് തന്നെ എന്റെ അച്ഛന് സംഭവിക്കാതിരിക്കാൻ ഞാൻ പോയി കാല് പിടിച്ച് വിളിച്ചോണ്ട് വന്നതാണ്. അച്ഛനെവിടെ? സാറും മറ്റേ അദ്ദേഹം കൂടി പുറത്തേക്ക് പോയി. അത് വളരെ എംബാരസിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സംസാരിക്കാനുള്ളത്. അത് എവിടെ എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയില്ല. ഒരാമുഖം വേണ്ട സർ. ഈ വരവിൻ്റെ പിന്നിലെ ദൗത്യം എനിക്കറിയാം. സാറിന് എന്നോട് എന്തും പറയാം, ചോദിക്കാം. സാറിൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കാൻ, എന്തു ഏറ്റുപറയാൻ എനിക്ക് ജാള്യതയില്ല. ഏറ്റുപറയേണ്ടത് ഞാനാണ്. താൻ ആഗ്രഹിച്ചിരുന്ന, ആരാധിച്ചിരുന്ന മനുഷ്യനെക്കുറിച്ച് മാളവികയുടെ മനസ്സിൽ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ റിയാലിറ്റിയിൽ ഒരുമിച്ചുള്ള ജീവിതത്തിനിടയിൽ ആ സങ്കല്പത്തിലെ ആളല്ല ഞാനെന്ന് ബോധ്യപ്പെട്ടപ്പോഴുണ്ടായ പൊരുത്തക്കേടുകളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ താളപ്പിഴയായത്. അന്നത്തെ ഒരു ചുറ്റുപാടിൽ എൻ്റെ ആ പ്രായത്തിൽ മാളവികയുടെ തെറ്റുകളെ ഞാനും കണ്ടുള്ളൂ. ഒരു ഭർത്താവിൽ നിന്നും മാളവിക പ്രതീക്ഷിച്ചിരുന്ന സ്നേഹമോ പരിലാളനയോ സാമീപ്യം പോലുമോ ഞാൻ നൽകിയിരുന്നു എന്നൊരാത്മപരിശോധന നടത്താൻ പോലും ഞാനും തയ്യാറായില്ല. പക്ഷേ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ തെറ്റുകളുടെ തുലാസിൽ എൻ്റെ തട്ടാണ് കൂടുതൽ താഴ്ന്നിരുന്നതെന്ന് കുറ്റബോധത്തോടെ ഞാൻ മനസ്സിലാക്കി. ബട്ട് ബൈ ദെൻ ഇറ്റ് വാസ് ടു ലേറ്റ്. എവറിത്തിങ് വാസ് ഓൾറെഡി ലോസ്റ്റ്. ബട്ട് ബാലശങ്കർ, നിങ്ങൾക്കിപ്പോഴും ഒരു ആത്മപരിശോധനയ്ക്കുള്ള സമയം വൈകിട്ടില്ല. സ്വയം പ്രതിക്കൂട്ടിൽ നിർത്തി ഒന്ന് വിസ്തരിച്ചു നോക്കൂ. ചെറിയ ചെറിയ തെറ്റുകളെന്ന് കരുതി നമ്മൾ അവഗണിച്ചിട്ടുള്ളവയാവാം അവരുടെ മനസ്സിൽ വലിയ മുറിവുകൾ തീർത്തിട്ടുണ്ടാവുക. മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്നിടത്തെ മനുഷ്യൻ മനുഷ്യനാവുന്നുള്ളൂ. പുറമേ നിന്ന് നോക്കുമ്പോൾ പലരുടെയും ധാരണ സാറിൻ്റെ ജീവിതത്തിൽ നിന്നിറങ്ങി വന്ന് അച്ഛൻ്റെ മുമ്പിൽ കീഴടങ്ങാൻ കൂട്ടാക്കാതെ ഇനിയെന്തെന്നറിയാതെ നിരാലംബയായി നിന്ന മാളവികയോട് സഹാനുഭൂതി തോന്നി ഞാൻ അവർക്കൊരു ജീവിതം കൊടുക്കുകയായിരുന്നു എന്നാണ്. അതല്ല സത്യം. ഐ വാസ് മാഡ്ലി ഇൻ ലവ് വിത്ത് ഹർ. അവളെ നഷ്ടപ്പെടുന്നു വന്നപ്പോൾ ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു എനിക്ക്. സാറുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് അവിടെ ഇറങ്ങി വന്നപ്പോൾ അതെനിക്കൊരു പുനർജന്മമായിരുന്നു. ഒരനുഗ്രഹം പോലെയാണ് ഞാൻ അവളെ എൻ്റെ ജീവിതത്തോട് ചേർത്തണച്ചത്. സഹതാപത്തിൻ്റെയോ കാരുണ്യത്തിൻ്റെയോ കണിക പോലും അതിലില്ല. ഞാനത് മനസ്സിലാക്കുന്നു ബാലശങ്കർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്യോന്യം നഷ്ടപ്പെടരുതെന്നും ആഗ്രഹിക്കുന്നു. എന്നിൽ മാളവിക കാണുന്ന ഏതു തെറ്റിനും വിധിക്കുന്ന ശിക്ഷ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ബന്ധം വേർപെടുത്തി പിരിയുന്നതൊഴികെ അതെനിക്ക് മരണത്തെക്കാൾ ഭീകരമാണ്. സാറിന് കഴിഞ്ഞ പോലെ പിടിച്ചു നിൽക്കാനും
അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് എനിക്കില്ല സാർ. നിങ്ങളുടെ മനസ്സ് ഞാൻ കാണുന്നുണ്ട് ബാലശങ്കർ. മാളവികയ്ക്ക് കൂടി അതിനുള്ള വിവേകം ഉണ്ടായാൽ എൻ്റെ ഈ വരവിന് അർത്ഥമുണ്ടായി. എൻ്റെ പ്രാർത്ഥനയും അത് തന്നെയാണ്. മോൾ ഇറങ്ങിയില്ലേ? ഇല്ല. ഭക്ഷണം എടുത്ത് വെച്ചോളൂ. രാവിലെ അമ്മ കഴിച്ചോ? ഇല്ല, വേണ്ടാന്ന് പറഞ്ഞു. മാളവിക എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ലീവ് ഹർ. വായിച്ചിരുന്നങ്ങ് കണ്ണടഞ്ഞു പോയി. ഞാൻ ചായ എടുക്കാം. നിൽക്കൂ. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ബാർ കൗൺസിലിൽ പുതുതായി എൻറോൾ ചെയ്യാൻ അപേക്ഷിച്ചവരുടെ കൂട്ടത്തിൽ ഒരു മാളവിക ബാലശങ്കറിൻ്റെ പേരുണ്ട്. അത് താനാവാൻ വഴിയില്ല. ഓ, അത് ഞാൻ തന്നെയാണ്. ഒരു വാക്കെന്നോട് ചോദിക്കാതെ, ഒരക്ഷരമൊന്നും പറയാതെ, ഹൗ ഡെയർ യു ഡു ഇറ്റ് മാളവിക? ബാക്കിയുള്ളവർ കാണിച്ചു തന്നിട്ട് വേണം ഞാൻ അറിയാനെന്ന് വന്നാൽ. നിയമം പഠിച്ചത് കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ ഉദ്ദേശത്തോടെയാണ്. സാഹചര്യം കൊണ്ട് എനിക്ക് ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല എന്നെഴുതി അതിനെ ഒരിക്കലും പാടില്ലെന്നില്ലല്ലോ. ദാറ്റ് ഈസ് സെക്കൻഡറി. എന്നോടൊരു വാക്ക് പറയാതിരുന്നത് എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. വേർ ആർ യു ഹെഡിങ് ടു ബാലു? ഇത് ഇത്ര വലിയൊരു അപരാധമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടുത്തെ ഹൈക്കോർട്ടിൽ ഞാൻ ജസ്റ്റിസ് ആയിരിക്കുക. എൻ്റെ ഭാര്യ ഇവിടുത്തെ കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ പോവാ. വാട്ട്സ് റോങ് ഇൻ ദാറ്റ്? നിയമം അത് വിലക്കിയിട്ടൊന്നുമില്ല. നിയമം വിലക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിലൊരു ഭംഗികേടുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ ഇതെല്ലാം അപേക്ഷ കൊടുത്തു. ജോസഫ് കുര്യൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഓ, അത്രയ്ക്ക് വരെ എത്തി. ഇതൊന്നും ഞാൻ അറിയേണ്ടതോ അനുവദിക്കേണ്ടതോ ആയ കാര്യങ്ങളല്ല. ബാലു, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്സ് അഗെയിൻ. ചോദിച്ചിട്ടും അനുവദിച്ചിട്ടുമേ അനങ്ങാൻ പാടുള്ളൂ എന്ന് പറയാൻ ഐ ആം നോട്ട് എനിവൺ സ്ലേവ്. നിങ്ങളുടെ ഭാര്യയാണെന്നുള്ള ശരി, പക്ഷെ എനിക്ക് എന്റേതായ അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഒരിടത്ത് അടിയറവ് പറയാൻ ഞാൻ തയ്യാറുമല്ല. മാളവിക, യു ആർ ബിലിറ്റ്ലിംഗ് മീ ബിഫോർ അതേഴ്സ്. താൻ കൊച്ചാക്കാൻ ശ്രമിക്കുന്നത് എന്റെ റെപ്യൂട്ടേഷനും സ്റ്റാറ്റസിനുമാണ്. റെപ്യൂട്ടേഷൻ, സ്റ്റാറ്റസ്, ഇമേജ്, ഇതൊന്നും ഒരാളുടെ മാത്രം കുത്തകയല്ല. എനിക്ക് വേണം ഇതൊക്കെ. യു ആർ ബിക്കമിംഗ് മോർ ആൻഡ് മോർ സെൽഫ് സെന്റർഡ് ബാലു. സ്വന്തം പകിട്ട്, പെരുമ, ഇത് മാത്രം നിങ്ങൾക്ക് പ്രധാനം. അതിനപ്പുറത്ത് മറ്റുള്ളവരുടെ മനസ്സ് നിങ്ങൾ ഓർക്കില്ല. ഞാൻ പറയുന്നത് എന്താ മാളു താൻ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? അത് തന്നെ തിരിച്ചു എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. മീര മോള് വളർന്നു വലുതാവുന്നത് വരെ ഞാൻ എന്റെ ഒരു ഇഷ്ടവും നോക്കിയിട്ടില്ല. ബാലു മോളുള്ള ഒരു ലോകത്തിൽ ഈ വീടിന്റെ ചുമരുകൾക്കുള്ളിൽ ഞാൻ ഒതുങ്ങിക്കൂടി. ബട്ട് ദാറ്റ് cannot be forever. ജീവിതം മുഴുവൻ അടുക്കളയും ഭരിച്ച് ഒരു ഭാര്യയെ കഴിഞ്ഞുവിടാൻ ഞാൻ തയ്യാറല്ല. ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, ബാലുവിനെ പോലെ തന്നെ മറ്റൊരു വ്യക്തി. അതാദ്യം മനസ്സിലാക്കണം. എന്റെ തലച്ചോറ് കയറുന്ന ചിന്തിക്കാൻ ഇനി ആരും അനുവദിക്കില്ല. Enough is enough. പ്രാക്ടീസ് തുടങ്ങുന്നു. അതിൽ മാറ്റമില്ല? ഇല്ല. എങ്കിൽ ചീഫ് ജസ്റ്റിസിനെ കണ്ട് ഞാനൊരു അപേക്ഷ കൊടുക്കുന്നു. കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഹൈക്കോർട്ടിലേക്ക് എന്നെ മാറ്റാൻ. എന്നെ തോൽപ്പിക്കാൻ അങ്ങനെ ഒരു ഭീഷണിയുടെ തന്ത്രം വേണ്ട. ആ പേരിൽ ആരും വീടും നാടും വിട്ടു പോവുകയും വേണ്ട. അതിലും എളുപ്പം വേറെ ഉണ്ട്, ഒരു ജോയിന്റ് പെറ്റീഷൻ. രണ്ടുപേർക്ക് സമ്മതമാണെങ്കിൽ ഡൈവോഴ്സ് എളുപ്പത്തിന് അനുവദിച്ചു കിട്ടും. അപ്പൊ പിന്നെ എക്സ്-5 ഇവിടെ ഏതെങ്കിലും കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് യുവർ ഓണറിന്റെ അന്തസ്സും റെപ്യൂട്ടേഷൻ ഒന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. ഡൈവോഴ്സ്, എക്സ്-5, ഇത്ര ലാഘവത്തോടെ താനിത് പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമില്ല. ആദ്യമായിട്ടല്ലല്ലോ. സംഭവിച്ചൊന്നും മറച്ചു വെച്ചിട്ടല്ല ഞാൻ നിങ്ങളുടെ ഭാര്യയായത്. പല തവണയായി ശവത്തിലിട്ട് കുത്തുന്നു. ഇത് സാഡിസം ആണ്, ചീപ്പ് സാഡിസം. ഇതെനിക്ക് സഹിക്കാൻ വയ്യ.
നമുക്ക് പിരിയാം. അങ്ങനെയെങ്കിൽ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ അസൈൻമെൻറ്റ് ഇത് തന്നെ ആവട്ടെ. ഡ്രാഫ്റ്റ് തയ്യാറാക്കിക്കൊള്ളൂ. പെറ്റീഷൻ തയ്യാറായ പറഞ്ഞാൽ മതി, ഒപ്പിട്ട് തന്നേക്കാം. കേട്ടല്ലോ അച്ഛൻ പറഞ്ഞത്, ബന്ധം ഏർപ്പെടുത്താൻ പെറ്റീഷൻ തയ്യാറാക്കിക്കൊള്ളാൻ. ഞാൻ മുഴുവൻ കേട്ടു. അച്ഛൻ പറഞ്ഞതല്ല, അമ്മ അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇപ്പൊ മോളും അച്ഛന്റെ സൈഡ്, അപ്പൊ അമ്മ മാത്രം കുറ്റക്കാരി. തെറ്റിന്റെയും കുറ്റങ്ങളുടെയും കണക്ക് നിരത്താനല്ലാതെ സ്നേഹത്തിന്റെ ഭാഷ പറയാൻ എന്തെങ്കിലും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? മടുത്തു എനിക്ക്. നടുക്ക് കയറുന്ന വീർപ്പ് മുട്ടാൻ ഞാനില്ല. ഞാൻ ഹോസ്റ്റലിലേക്ക് മാറാണ്. മീരെ, എന്ന അമ്മയ്ക്ക് അച്ഛനെയും അച്ഛൻ അമ്മയും വേണമെന്ന് തോന്നി നിങ്ങൾ ഒരുമിക്കുന്നു. അന്ന് കണ്ടാ മതി എനിക്കിനി നിങ്ങളെ. മോളെ, മോൾ ഉറങ്ങിയോ? ഇല്ല, ഉറക്കം വന്നില്ല. എനിക്കും. എങ്ങനെ വരും? ഇതേപോലെ 2 പേര് കൂടി ഈ വീട്ടിൽ നിന്ന് ഉറക്കം വരാതെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരാളുടെ അടുത്തേക്ക് മാത്രമേ അമ്മയ്ക്കിനി പോകാനാകൂ. തുറന്നു കിടക്കുന്ന ആ വാതിൽ കൂടി അമ്മ നഷ്ടപ്പെടുത്തരുത്.
മാളവികെ, ഞാൻ വന്നത് മാളവികയോടും കൂടി സംസാരിക്കാൻ വേണ്ടിയാണ്. അതൊന്ന് കേൾക്കാനുള്ള മര്യാദയെങ്കിലും കാണിച്ചൂടെ? അത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് മാളവികയ്ക്ക് അറിയാം. മുഖവുരയില്ല. ഒരിക്കൽ ഒരു വേർപാടിൻ്റെ വേദന അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഒരിക്കൽ കൂടി അത് താങ്ങാനാവും എന്ന ധാരണയുണ്ടാവും തനിക്ക്. തെറ്റാണത്. യു വോണ്ട് ബി ഏബിൾ ടു സ്റ്റാൻഡ് ഇറ്റ് ദിസ് ടൈം. അന്ന് ജീവിതം എന്തെന്നറിയാത്തൊരു പെൺകുട്ടിയായിരുന്നു താൻ. യൗവനത്തിൻ്റെ അഹങ്കാരത്തിൽ എന്തും നേരിടാമെന്ന ചങ്കൂറ്റവും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് യു ആർ നോ മോർ യങ് മാളവിക. ഒരിക്കൽ കൂടി ഒറ്റയ്ക്കായാൽ പിടിച്ചു നിൽക്കാനാവില്ല തനിക്ക്. ഇനിയൊരംഗത്തിന് ജീവിതം മുമ്പിലില്ല. അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റീസ്. സ്വന്തം ജീവിതം കൊണ്ട് തന്നിഷ്ടം പോലെ പന്താടാൻ മാളവികയ്ക്ക് ഇന്ന് അവകാശമില്ല. യു ആർ നോട്ട് എലോൺ. താൻ ഇന്നൊരമ്മയാണ്. തൻ്റെ ജീവിതത്തെക്കുറിച്ച് താനെടുക്കുന്ന തെറ്റായൊരു തീരുമാനം ജീവിതം തുടങ്ങിയിട്ട് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ കൂടെ ബാധിക്കും. പ്രസവിച്ച് വളർത്തി ഇത്രയുമാക്കിയ ഒരമ്മ എന്ന നിലയ്ക്ക് മീരയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാൻ തനിക്ക് കടമയുണ്ട്. സ്നേഹിച്ച് നടന്ന നാളുകളിൽ എന്നിലില്ലാത്ത പലതും എന്നിലുണ്ടെന്ന് സ്വപ്നം കണ്ടതിൻ്റെ തിരിച്ചടിയാണ് മാളവികയെ എന്നിൽ നിന്ന് അകറ്റിയത്. എന്നാൽ ഒരു സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് മാളവികയെ ബാലശങ്കർ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഒരൽപ്പം പഴകുമ്പോൾ സങ്കല്പങ്ങൾ തകർന്നു വീണ് അന്യനും അപരിചിതനുമൊക്കെ ആകാൻ അരവിന്ദൻ നായരല്ല ബാലശങ്കർ. ആൻഡ് ഓൾ ദീസ് ഇയേഴ്സ് യു ആർ നോട്ട് ലിവിംഗ് വിത്ത് എ സ്ട്രേഞ്ചർ, യു ആർ ലിവിംഗ് വിത്ത് ഹിം. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മാളവികയല്ല ബാലശങ്കർ സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മാളവിക. അത് വേറെ ആരും ഓർത്തില്ലെങ്കിലും മാളവിക മനസ്സിലാക്കണം. എല്ലാം അറിഞ്ഞിട്ടും തന്നെ സ്നേഹിക്കാൻ മാത്രം മനസ്സൊരുക്കി നിർത്തിയ ബാലശങ്കർ തിരിച്ചറിയാൻ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ടും താൻ പഠിച്ചില്ലല്ലോ മാളവികെ. മാളവിക ഇറങ്ങിപ്പോകുമ്പോൾ തന്നെക്കാൾ വീറോടെ തൻ്റെ കുറ്റങ്ങളും കുറവുകളും മനസ്സിൽ പെരുപ്പിച്ച് കാണിക്കാൻ ശ്രമിച്ച വിഡ്ഢിയാണ് ഞാൻ. അതിലുമേറെ കുറ്റങ്ങളും കുറവുകളും എന്നിലുണ്ടെന്ന് തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി.
എന്നെക്കാൾ മുമ്പേ തന്നെ സ്നേഹിച്ചിരുന്ന ബാലശങ്കർ തന്നെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടിരിക്കില്ലേ? ആ സ്വപ്നങ്ങളിലെ മാളവികയായിരുന്നോ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മാളവിക? ഒരിക്കലും ആവില്ല. സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള അകലത്തോട് പൊരുത്തപ്പെടാൻ തനിക്ക് കഴിഞ്ഞില്ല, എനിക്കും കഴിഞ്ഞില്ല. ബാലശങ്കറിന് അത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും കാലം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചത്. മാളവികയുടെ കുറ്റങ്ങളെക്കാളേറെ സ്വന്തം കുറ്റങ്ങളെക്കുറിച്ച് കേഴുന്ന മനസ്സുമായി ബാലശങ്കർ ഇപ്പോഴും മുന്നിലുണ്ട്. ഒരു ജന്മം വിലയായി കൊടുത്ത് പഠിച്ച പാഠങ്ങൾ കാതിലോതി തരാനേ എനിക്ക് കഴിയൂ. ഈ മനുഷ്യനെ നഷ്ടപ്പെടരുത്. ഒരു ജന്മം കൊണ്ട് കഴിയാവുന്ന വിധം ഞാൻ എൻ്റെ മനസ്സ് തുറന്നു. തീരുമാനമെടുക്കേണ്ടത് മാളവികയാണ്. അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നാൻ പ്രാർത്ഥിക്കാം. ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്റെ അച്ഛനെ കൊണ്ട് ഒപ്പിടിയിച്ചില്ല. ഓ, അച്ഛൻ കൂടി ഒപ്പിട്ട ഭീഷണി സത്യാവെന്ന് ഭയന്നിട്ടാണോ? ഇല്ല, അത്രയ്ക്ക് നന്മ എന്റെ അമ്മയുടെ മനസ്സിലുണ്ടാവില്ല. മോളെ, എനിക്കറിയാം. ഒപ്പ് വാങ്ങാൻ വേണ്ടി പോലും മുൻപിൽ ചെല്ലാൻ വയ്യാത്തത്ര ശത്രുത. ദൂതരായി വേറൊരാളെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട. ബലിയാടാൻ പോകുന്നത് ഞാനാണല്ലോ, ഞാൻ തന്നെ ആവാം. ആത്മാഭിമാനം പണിപ്പെടുത്തി എന്റെ അച്ഛൻ അങ്ങനെ ദാമ്പത്യം രക്ഷിക്കണ്ട. ഒരു മാസം മുമ്പ് അമ്മ തയ്യാറാക്കിയ ഡിവോഴ്സിനുള്ള ജോയിന്റ് പെറ്റീഷൻ ആയത്. ഇനി വെച്ച് താമസിപ്പിക്കരുത്. അമ്മ പോയി രക്ഷപ്പെടട്ടെ. അച്ഛൻ ഈ മോളുണ്ടാവും. ഇനി എനിക്ക് ഈ നാടകം സഹിക്കാൻ പറ്റില്ല. ഞാൻ വല്ല അതിക്രമവും കാണിക്കും മുൻപേ ഈ നിമിഷം അച്ഛനെ ഇത് ഒപ്പിട്ട് കൊടുത്തേക്ക്.
വിധിന്യായത്തിൽ ഒപ്പിടുമ്പോൾ അത് വധശിക്ഷയ്ക്കുള്ളതായാൽ പോലും ഒരു ന്യായാധിപൻ്റെ മനസ്സ് പതറരുത്, കൈവരയ്ക്കരുത്. എൻ്റെ കൈ വരയ്ക്കാതിരിക്കട്ടെ. മനസ്സ് നിറയെ ഉത്കണ്ഠകളും ആശങ്കകളും ഒക്കെ ആയാണ് വന്നത്. പക്ഷേ മടങ്ങുന്നത് നിറഞ്ഞ മനസ്സോടെയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ശരി ചെയ്യാൻ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയോടെയാണ്. വാ, ഇതിന് മുഴുവൻ കാരണം ഈ മോളാ. പോട്ടെ. ഓക്കേ. ഗുരുവായൂരപ്പ, ചതിച്ചോ? എന്താ കുഞ്ഞെ, അച്ഛനും അമ്മയും പിന്നെയും വഴക്കായോ? അവരവിടെ പരസ്പരം മത്സരിച്ച് സ്നേഹിച്ച് പകവീട്ടാണ്. കട്ടുറുപ്പാവാൻ നിൽക്കാണ്ട് ഞാനിങ്ങ് പോന്നു. ജീവിതം അവസാനിക്കുന്നില്ല. ഒരു കഥയും ഒരിടത്തും പൂർണ്ണമാകുന്നില്ല. എല്ലാം അർത്ഥവിരാമങ്ങളിൽ മാത്രം. അനുഭവങ്ങൾ തേടിയുള്ള യാത്ര തുടരുമ്പോൾ പുതിയ ചേരുവയിൽ, പുതിയ അനുപാതത്തിൽ കഥ തുടരുന്നു.